ആദ്യം ശ്രീ എ സമ്പത്ത്, രാജ്യത്തിന്റെ ആരാധനാ നിയമം വർഷിപ്പ് ആക്ട് പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുകയാണോ എന്ന സംശയം സംഭാൽ വിഷയവുമായി ബന്ധപ്പെട്ട് പല ഭാഗത്തു നിന്ന് ഉയർന്നു വന്നതാണ്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, അവിടെ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം, എന്താണ് നടക്കുന്നതെന്ന് അറിയാനായി അങ്ങോട്ട് തിരിച്ച രാഷ്ട്രീയ നേതാക്കളെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖ നേതാക്കളെ അങ്ങോട്ട് കാലെടുത്ത് കുത്താൻ പോലും അനുവദിക്കാതെ തിരിച്ചയക്കുന്ന യോഗി സർക്കാർ. ജനാധിപത്യം വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നില്ലേ? അപർണ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ ചർച്ച, അത് ന്യൂസ് 18 താങ്കൾ അത് ഏറ്റെടുത്തതിന് ഞാൻ ആദ്യമായി ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം ജീവിക്കുന്ന ഈ രാഷ്ട്രത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കുകയാണ്. അനുകൂലിച്ച് പറയുന്ന പലരും ഉണ്ടാവാം. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവർ തടയപ്പെട്ടതായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ അത് നാളെ മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഉണ്ടാവും. ഞാൻ ഈ സാന്ദർഭികമായി ഇവിടെ ഒരു മിനിറ്റ് കൂടി ഞാൻ എടുത്തോട്ടെ. ഇതിനകത്ത് ഈ എന്തിനാണ് അങ്ങനെ നിജസ്ഥിതി അറിയുന്നതിന് പാർലമെന്റ് അംഗങ്ങൾ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിനെ തടയുന്നത്? അപ്പോൾ ഇതിൽ BJPയുടെ പ്രതിനിധിയായി നമ്മുടെ ഒരു സുഹൃത്ത്, അഭിഭാഷകൻ തന്നെയാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഞാനിപ്പോൾ അപർണയ്ക്കും നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഇതിൽ ഒപ്പം കാണുന്ന പ്രേക്ഷകർക്കും ഞാൻ ഹിന്ദു ദിനപത്രത്തിൻ്റെ 2017 ഒക്ടോബർ 28 ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം എന്ന സ്ഥലത്ത്, അവിടെ ഞാൻ അന്ന് ലോക്സഭാംഗമായിരിക്കുമ്പോൾ ഞാനും CPIയുടെ ഇന്നത്തെ ദേശീയ സെക്രട്ടറി ശ്രീ സഖാവ് ഡി രാജ, രാജ്യസഭാംഗമായിട്ടുള്ള ഡി രാജ, ഞങ്ങൾ CPMനെ പ്രതിനിധീകരിച്ച് സമ്പത്തും CPIയെ പ്രതിനിധീകരിച്ച് ഡി രാജയും അങ്ങനെ ഈ വംശധാര പദ്ധതി എന്ന് അന്നത്തെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 5000-ലധികം കുടുംബങ്ങളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുകയും അങ്ങനെ കുടിയൊഴിപ്പിക്കുന്നവർക്ക് ഇന്ത്യയുടെ പാർലമെന്റ് തന്നെ പാസ്സാക്കിയിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ ആക്ടിൻ്റെ 2013 ലാൻഡ് അക്വിസിഷൻ ആക്ടിൻ്റെ പരിധിയിൽ അവർക്ക് നൽകേണ്ടതായിട്ടുള്ള പുനരധിവാസവും നഷ്ടപരിഹാരവും യഥാസമയം നൽകാതെ അവിടെ TDPയുടേതായിട്ടുള്ള അക്രമികൾ അവിടെ വെടിവെപ്പ് ഉൾപ്പെടെ, പോലീസല്ല അതടക്കം നടത്തുകയും പോലീസ് കാഴ്ചക്കാരായി ഇവർക്ക് സഹായികളായി നിൽക്കുകയും ചെയ്തു എന്നൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് പറയാം, അതിലേക്ക് ഞാൻ എത്താം. ഒരു സെന്റ് ഭൂമിക്ക് അന്ന് 80,000, ഒരു സെന്റ് ഭൂമിക്ക് 800 രൂപ, ഒരു ഏക്കറിന് 80,000 രൂപ, ഇതാണ് പരമാവധി അന്ന് ഗവൺമെന്റ് കൊടുക്കാനായി തീരുമാനിച്ചത്. കർഷകരാണ് അവർ എതിർത്തു. വംശധാര പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. നിരോധനാജ്ഞ നിലവിലുള്ള സ്ഥലത്താണ് ഞങ്ങൾ 2 പാർലമെന്റ് അംഗങ്ങൾ പോയത്. അപ്പോൾ അങ്ങനെ സംഘം ചേരുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി. CRPCയിലെ 144 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 4 പേരോ അതിൽ കൂടുതലോ സംഘം ചേരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 വാഹനങ്ങളിലായി പോയതിൽ ഞങ്ങൾ MPമാർ ഒപ്പം വന്നത് CPIയുടെയും CPIMന്റെയും സംസ്ഥാന സെക്രട്ടറിമാരാണ്. പിന്നെ ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലത്തടക്കം ആ കാലത്തും അന്നത്തെ ജില്ലാ ഭരണകൂടവും അവിടുത്തെ ഗവൺമെന്റും ഞങ്ങളെ ആ സ്ഥലം പോകാനും കാണാനും ഈ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ച ഗ്രാമീണരെ അവരോട് കണ്ട് സംസാരിക്കുന്നതിനും ഒരു ദിവസം മുഴുവനും ഞങ്ങൾ അങ്ങനെ വിനിയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ സംഭവം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള MPമാരും ഒക്കെയാണ് അങ്ങോട്ടേക്ക് പോയത്. സപ്പോസ് അവിടെ 144 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയിലേക്ക് അവിടെ ഈ പറയുന്നതായിട്ടുള്ള നിരോധനാജ്ഞ നിലവിലുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ അവിടെ അവർക്ക് ഈ വിക്ടിംസിനെ, ഇതിന് ഇരയായ ആളുകളെ, അവരുടെ കുടുംബാംഗങ്ങളെ പോയി കാണുന്നതിന് എന്താണ് അപകടം എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി അങ്ങനെ പോകുന്നത് അപകടമാണ് എന്നാണ് BJPയുടെ വക്താക്കളോ ആരെങ്കിലും പറയുകയാണ് എങ്കിൽ ഇത് മോദി സർക്കാർ തന്നെ നിയോഗിച്ചതായിട്ടുള്ള ഒരു ജുഡീഷ്യൽ പാനൽ എന്ന് അവർ തന്നെ വിളിക്കുന്നതായിട്ടുള്ള, ജുഡീഷ്യൽ പാനലൊന്നുമല്ല, ഈ ജുഡീഷ്യൽ പാനലിൽ 3 അംഗങ്ങളായിട്ടുണ്ട്. അതിൽ തന്നെ ഒരാൾ എന്നുള്ളത് റിട്ടയർ ചെയ്ത അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശ്രീ ദേവേന്ദ്ര കുമാർ അറോറയാണ്. മറ്റൊരാൾ റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥൻ അമിത് മോഹൻ പ്രസാദാണ്. മൂന്നാമത്തെയാൾ റിട്ടയർ ചെയ്ത IPS ഓഫീസർ അരവിന്ദ് കുമാർ ജെയിനാണ്. ഇവർ ഷാഹി ജമാ മസ്ജിദിന്റെ ആ പ്രദേശവും സംബാലും ഉൾപ്പെടെ ഇവർ ഡിസംബർ മാസം 1-ാം തീയതി അവർ അവിടെ പോവുകയാണ്, കാണുകയാണ്. അപ്പോൾ ഈ പറയുന്നതായ അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഇവരിങ്ങനെ ഈ പ്രതിപക്ഷ പാർട്ടികളിൽ
ചുമതലയിൽപ്പെട്ടവർ അവരെ MP-മാരെ അങ്ങനെ പോയാൽ അതും പാർലമെന്റ് സമ്മേളിക്കുന്ന വേളയിലാണ് എന്ന് കൂടി അറിയണം. ഇതിന്റെ ചുരുക്കം എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യും, ബുൾഡോസർ നീതിയാണ് നടപ്പാക്കുക. ഈ രാജ്യത്തെ ജുഡീഷ്യറി അങ്ങനെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി തന്നെ ഞങ്ങൾക്കെതിരായി ഏതെല്ലാം മാധ്യമങ്ങൾ ശബ്ദിച്ചാലും അതിന്റെ എല്ലാം വായ മൂടിക്കിട്ടും. ഇങ്ങോട്ടേക്കാരും വരണ്ട, ആരും കാണണ്ട, ഒന്നും മിണ്ടേണ്ട, ചുപ്പ് രഹോ എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് UP-യിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിയമവാഴ്ച കുഴിച്ചു മൂടി കൊലക്കളമാക്കിയിട്ട് വർഷങ്ങളായി അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് മുമ്പ് അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ട് BJP, RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദളെല്ലാം വിളിച്ച മുദ്രാവാക്യമുണ്ട് സംഘപരിവാർ. ആ വിളിച്ച മുദ്രാവാക്യത്തിൽ അന്നേ അവർ പറഞ്ഞിരുന്നു കാശി മഥുര ബാക്കി ഹേ എന്നുള്ളത്. അതിനുശേഷം മറ്റു പലതും അവർ പറയുകയുണ്ട്. ഇപ്പോൾ സംഭാലിലുണ്ടായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുമൊക്കെ ഇതിങ്ങനെ ഈ രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷതയുടെ ശവക്കുഴിയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ASIA, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അവരെ ഇത്തരത്തിൽ അവരുടേതായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുക, അവർക്ക് റിപ്പോർട്ട് കൊടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കോടതികൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അപർണ, ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ നിർത്താം. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമമുണ്ട്. ആ നിയമം എന്നുള്ളത് ഈ 1991 നമ്മുടെ ലോക്സഭ പാസ്സാക്കിയതായിട്ടുള്ള നിയമമാണ്. ആ നിയമം എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ദി പ്ലേസസ് ഓഫ് വർഷിപ്പ് വിത്തിൻ ബ്രാക്കറ്റ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് എന്നാണ് അതിന്റെ പേര്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ചേഞ്ചിങ് ദ ക്യാരക്ടർ ഓഫ് റിലീജിയസ് പ്ലേസസ് ഫ്രം ഹൗ ദേ എക്സിസ്റ്റഡ് ഓൺ August 15, 1947. ഈ രാഷ്ട്രം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കാലത്ത് ആ ദിവസം എങ്ങനെയായിരുന്നു ആരാധനാലയങ്ങളുടെ സ്വഭാവവും അതിൻ്റെതായിട്ടുള്ള രീതിയും അതിന് മാറ്റം വരുത്തുന്നതിനെ നിരോധിച്ചുകൊണ്ട് അങ്ങനെയാണ് 1991 ഇന്ത്യയുടെ പാർലമെന്റ് ഈ നിയമം പാസാക്കിയത്, ആക്ടായി നിലവിൽ വന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള സെക്ഷനുകൾ അനുസരിച്ചാണ് എങ്കിൽ ഇപ്പോൾ കോടതികൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യുന്നത്, അതിരുവിട്ടാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്നതിനെ ഞാൻ കൂട്ടി വായിക്കുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് എടുക്കപ്പെട്ടതായ കേസുകൾ, ആ കേസുകളുടെ വിചാരണകൾ നീണ്ടുപോയി. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് പിന്നീട് കോടതി പറഞ്ഞത് എന്ന് അപർണയ്ക്കും ഓർമ്മയുണ്ടല്ലോ. എന്താ പറഞ്ഞത്? ഗൂഢാലോചന നടന്നു, നിയമവിരുദ്ധമായി സംഘം ചേർന്നു, ആയുധങ്ങളുമായി കൂട്ടം കൂടി, അത്തരത്തിൽ അവരുടേതായിട്ടുള്ള പല നേതാക്കളുടെയും പ്രസംഗങ്ങൾ തന്നെ ആളുകളെ വല്ലാതെ ഇളക്കുന്നതായിരുന്നു. ഇത് അക്രമങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെ ആ ആൾക്കൂട്ടം, ആ ഉണ്ടായിരുന്ന സ്ട്രക്ചർ അത് തകർത്തു. അതെല്ലാം തന്നെ തെറ്റാണ്, ഇതെല്ലാം തന്നെ ക്രിമിനൽ കുറ്റങ്ങളാണ് എന്ന് പറയുകയും എന്നാൽ ആരെയും ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തി. അത് നൽകിയതായ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നുള്ളത് ഈ രാജ്യത്തെ നിയമ നീതിന്യായ സംവിധാനങ്ങളെ പൂർണ്ണമായി അട്ടിമറിക്കാൻ ഇങ്ങനെ ഒരു കൂട്ടർക്ക് കഴിയും എന്നുള്ളതാണ്. മതത്തിന്റെ പേരിൽ എന്തുമാകാമോ എന്ന് കേരള ഹൈക്കോടതി ചോദിച്ച ദിവസം വൈകുന്നേരമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ വിശന്ന് പട്ടിണി കിടക്കുന്ന, തൊഴിലില്ലാത്ത അത്തരത്തിലുള്ള മനുഷ്യനെ എല്ലാം ബുൾഡോസർ കയറ്റി ഇറക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എങ്കിൽ അവരോട് എന്താണ് പറയേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം ശ്രീ എ. സമ്പത്ത്.